വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫുട്ബോൾ ഫോർട്ട്ലൈൻ. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി. ഹാർട്ട്ഫെൽ താങ്ക്സ്. പ്ലീസ് കീപ് സബ്സ്ക്രൈബിങ് ആൻഡ് പ്ലീസ് കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നെതർലൻഡ്സിനെ പറ്റിയാണ്. പക്ഷെ അതിനു മുന്നേ എ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ PSG ഫാൻസ് ഫോർ വിന്നിംഗ് ദ ചാമ്പ്യൻസ് ലീഗ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലുള്ള എല്ലാ മലയാളി PSG ഫാൻസിനും ആർസണൽ ഫാൻസിനും ഒരു വലിയ കൺഗ്രാറ്റുലേഷൻ. കാരണം ദേ പ്ലേഡ് വെരി വെൽ. എനിവേ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇപ്പം കുറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് കേരളത്തിൽ ഒരുപാട് ആർസണൽ ഫാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം. സോ നൈസ് ടു സി ഓൾ ഗണ്ണേഴ്സ് ഇൻ കേരള. വെൽ ഡൺ. അപ്പം നെതർലൻഡ്സ് ഇല്ലേ, നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ടീമാണ് നെതർലൻഡ്സ്. അതായത് വളരെ പോസിറ്റീവായിട്ട് ഫുട്ബോൾ കളിക്കുന്ന, ലോക ഫുട്ബോളിൽ പല ക്ലബ്ബുകൾക്കും വേണ്ടിയിട്ട് വളരെ നല്ല പൊസിഷനിൽ നല്ല രീതിയിൽ കളിക്കുന്ന കുറെ താരങ്ങളുമായിട്ട് എപ്പോഴും ടൂർണമെന്റിൽ വരും. പക്ഷേ ഒന്നും നേടാതെ തിരിച്ചു പോകും. ഇതാണ് നെതർലൻഡ്സിന്റെ ഒരു സ്റ്റോറി. സോ നെതർലൻഡ്സിന്റെ ഒരു പ്രൊമിനൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹിസ്റ്ററിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1970-കളിലാണ് നെതർലൻഡ്സ് ലോക ഫുട്ബോളിന്റെ ഒരു പ്രൊമിനന്റ് പവറായിട്ട് വരുന്നത്. ത്രൂ ടോട്ടൽ ഫുട്ബോൾ, ഓഫ് കോഴ്സ് യോഹാൻ ക്രൈഫ്. പിന്നീട് 80-കളിൽ നമ്മൾ റൂട്ട് ഗുള്ളിറ്റും വാൻ ബാസ്റ്റനുമായിട്ട് വന്ന ഒരു ടീം യൂറോപ്യൻ കപ്പ് നേടുകയും ടോപ്പിലേക്ക് വരികയാണ് ഉണ്ടായത്. ആ ടീം പിന്നീട് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ, സേ ഫോർ എക്സാമ്പിൾ 1994 വേൾഡ് കപ്പ് ആണെങ്കിലും 98-ലാണെങ്കിലും പിന്നീട് 2002 ക്വാളിഫൈ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് 2006, 10, 14 അഗെയിൻ 2018 ക്വാളിഫൈ ചെയ്യുന്നില്ല. പിന്നീട് 2022. പക്ഷെ ടൂർണമെന്റിൽ വന്നു കഴിയുമ്പോൾ നല്ലതായിട്ട് കളിക്കും. പക്ഷേ അവർക്ക് എപ്പോഴാണോ ഏറ്റവും ക്രിട്ടിക്കൽ മൊമെന്റിൽ നല്ലതായിട്ട് കളിക്കേണ്ടത് ആ സമയത്ത് അവർ കളിക്കില്ല. ഇതിന് കുറെ കാരണങ്ങളുണ്ട്. നമ്മൾ ഈ ഡച്ച് കട്സ് എന്നൊക്കെ പലപ്പോഴും ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ പറയാറുണ്ട്. അതായത് ഇവരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കളിക്കാർ തമ്മിലുള്ള ഒരു ഈഗോ, ഇവർ തമ്മിലുള്ള ക്ലാഷ്, പിന്നെ ഇവരുടെ ഒരു ക്ലബ് റൈവൽറി, ഇതൊക്കെ കാരണം ഒരിക്കലും ഇവർക്ക് ഒരു ടീമായിട്ട് സിനർജൈസ് ചെയ്യാൻ പറ്റാറില്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കോൺഫ്ലിക്ട് സോണിലാണ് ഇവരുടെ പ്ലേയേഴ്സ് ആണെങ്കിലും കോച്ച് ആണെങ്കിലും ഒക്കെ തന്നെ. ഒരു ടീമായിട്ട് കളിക്കുന്നതിന് ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നൊന്ന് ഇവരുടെ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയാണ്. നോക്കൂ, ഏറ്റവും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും വേണ്ടത് ടെമ്പറാമെന്റ് ആണ്. ആ ടെമ്പറാമെന്റ് എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെയാണ് നമുക്ക് കളിക്കാൻ പറ്റുക. പക്ഷേ ഇവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1990 വേൾഡ് കപ്പ് സെക്കൻഡ് റൗണ്ട് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മാച്ച് ജർമ്മനിക്കെതിരെ, ആ സമയത്ത് റൈക്കാർഡ് ലോകം കണ്ട ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരം കാണിക്കുന്നു. എന്താണ് ഉണ്ടായത്? അയാളും പുറത്തു പോകുന്നു, ഓപ്പോസിറ്റ് ടീമിലെ ഒരാളും പുറത്തു പോകുന്നു. പക്ഷേ ഓപ്പോസിറ്റ് ടീം വളരെ മികച്ചതായത് കാരണം അവർക്ക് കളി ജയിക്കാൻ പറ്റി. പക്ഷേ നെതർലൻഡ്സ് അതോടെ തോറ്റ് പുറത്തുപോയി. പിന്നീട് 1994 ഈ ടീം വീണ്ടും തിരിച്ചു വരുന്നു വളരെ നല്ലൊരു ടീമായിട്ട്. പക്ഷേ അന്ന് ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിനോട് തോക്കുന്നു. പിന്നീട് 98 സെയിം സ്റ്റോറി. നല്ലൊരു ലൈനപ്പ്, കുറേയധികം സൂപ്പർ സ്റ്റാർസുമായിട്ട് വരുന്നു, നല്ല ഫുട്ബോൾ കളിക്കുന്നു. പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ അഗെയിൻ ബ്രസീലുമായിട്ട് തോക്കുന്നു. ഈ ഒരു ജനറേഷൻ ഓഫ് സൂപ്പർ സ്റ്റാർസ് നിൽക്കുമ്പം തന്നെ ഇവർ 2002 വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യുന്നില്ല. അതേസമയം തൊട്ട് മുന്നേ നടന്ന യൂറോപ്യൻ കപ്പിൽ എനിക്ക് തോന്നുന്നു അവര് സെമി ഫൈനലാണോ ഫൈനൽ കളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സെമി ഫൈനൽ കളിക്കുന്നു. അന്ന് ആ ടൂർണമെന്റിൽ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അവരുടെ തന്നെ രാജ്യത്ത് നടക്കുമ്പോൾ. അന്ന് ഇറ്റലിയുമായിട്ട് ടൈ ബ്രേക്കറിലാണ് എൻ്റെ ഓർമ്മ. ടൈ ബ്രേക്കറിൽ തോറ്റു പുറത്തായതാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ എക്സലന്റ് പ്ലേയേഴ്സ്, നല്ല എന്താണ് പറയുക, ഹൈ പ്രൊഫൈൽ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിട്ടും ഒരിക്കലും ഒരു ടൂർണമെന്റിൽ ഒരു ടീമായിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ നെതർലൻഡ്സിനുണ്ടായത്. സോ അതിന്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഈ മെയിനായിട്ട് പ്ലേയേഴ്സ് തമ്മിലുള്ള ഈഗോ ആണെങ്കിലും ഈ ലാക്ക് ഓഫ് ഡിസിപ്ലിനറി. നമുക്കറിയാം ഒരു ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്ന് പറഞ്ഞൊരു സംഭവം 2006 വേൾഡ് കപ്പിൽ അഗെയിൻസ്റ്റ് പോർച്ചുഗൽ. എനിക്ക് തോന്നുന്നു അന്ന് 16 യെല്ലോ കാർഡും ഏതാണ്ട് 5 റെഡ് കാർഡുമാണ് അന്ന് റഫറി പുറത്തെടുത്തത്. ഓഫ് കോഴ്സ് അതിനകത്തിൽ റഫറിങ്ങിന്റെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ മത്സരം നടക്കുമ്പോൾ. പക്ഷെ നെതർലൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു കട്സ് തന്നെയാണ്. പിന്നെ 3 ഫൈനൽ തോറ്റതിന്റെ ആ ഒരു എന്താണ് പറയുക, അതിന്റെ ഒരു പ്രഷർ അവർക്ക് എപ്പോഴും ഉണ്ട്. സോ ഇപ്രാവശ്യം ഈ ഒരു നെതർലൻഡ്സ് ടീമിനെ നമ്മൾ കാണുകയാണെങ്കിൽ ദിസ് ഇസ് ടോട്ടലി ഡിഫറെന്റ് ടീം. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലൈക്ക് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് അതായത് നെതർലൻഡ്സിൽ നിന്നുള്ള കളിക്കാരെക്കാട്ടിൽ കൂടുതൽ അവർ ഈ പ്രാവശ്യം യൂറോപ്പിലെ മറ്റ് കൺട്രീസിൽ കളിക്കുന്ന കളിക്കാർക്കാണ് അല്ലെങ്കിൽ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന കളിക്കാർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെൽ ബാലൻസ്ഡ് ടീമാണ്.
അത് കാരണം പ്ലേയേഴ്സ് തമ്മിൽ കുറേ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു 3 പേര് ലിവർപൂളിന് വേണ്ടിയിട്ട് കളിക്കുന്നവരാണ്. അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ആണെങ്കിലും മറ്റ് ലീഗുകളിലൊക്കെ ആണെങ്കിലും കളിക്കുന്ന കുറേയധികം പ്ലേയേഴ്സ് വന്ന് ആ ഒരു ടീമിന്റെ ഒരു ഇന്റർ കൊളാബറേഷൻ അല്ലെങ്കിൽ ആ ഒരു സിനർജി ഒക്കെ വളരെ നല്ല രീതിയിലാണ്. ഏറ്റവും അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, സ്ട്രോങ് പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നത് അവരുടെ ഡിഫൻസീവ് സിസ്റ്റമാണ്. ഓഫ് കോഴ്സ് വിർജിൽ വാൻ ഡൈക്ക് ഒരു നല്ല ലെജൻഡറി പ്ലെയർ ആണ്. പക്ഷേ ഹി ഈസ് ഓൾസോ റെസ്പെക്റ്റഡ് ബൈ എവരി വൺ. എല്ലാവരും വളരെയധികം ബഹുമാനത്തോടെ കാണുകയും അദ്ദേഹത്തിനോട് എന്താണ് പറയുക, ആ ഒരു അതായത് പുള്ളിയുടെ വാക്കുകൾ കേട്ട് അനുസരിക്കുന്ന മറ്റ് പ്ലേയേഴ്സും ഉണ്ട് ടീമിൽ. അത് കാരണം ഇവർക്ക് ആ ഒരു ഡിസിപ്ലിനറി റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഈഗോ ക്ലാഷസ് ഒക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രാവശ്യം ഒരു ടീമായിട്ട് കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇവരുടെ ഒരു വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രാങ്കി ഡിയോങ് അതേപോലെ തന്നെ റയാൻ ഗ്രാവൻബർച്ച്, അങ്ങനെ കുറേയധികം നല്ല പ്ലേയേഴ്സ് ഈ പ്രാവശ്യം മിഡ്ഫീൽഡുണ്ട്. സോ പിന്നെ ഒരു ടെക്നിക്കൽ ഫ്ലെക്സിബിലിറ്റി ഓവറോൾ ടീമിനെ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ടീമാണ്. അതേപോലെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ് ഈ പ്രാവശ്യം നെതർലൻഡ്സിൻ്റെത്. സോ എല്ലാ പൊസിഷനിലും വളരെയധികം ഡെപ്ത് ഉള്ള കുറെ കളിക്കാർ ഈ ടീമിൽ വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ആസ് എ വെൽ ഓയിൽഡ് മെഷീൻ അല്ലെങ്കിൽ ഒരു നല്ല യൂണിറ്റ് ആയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് ഒരു ക്വാർട്ടർ ഫൈനൽ വരെയൊക്കെ എത്താം. പക്ഷേ ഈ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അതായത് പ്ലേയേഴ്സ് തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ, അതേപോലെ തന്നെ ഗ്രൗണ്ടിലെ ഡിസിപ്ലിൻ, ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെമി ഫൈനൽ അത്ര വലിയൊരു പാടുള്ള കാര്യമല്ല. ദേ ക്യാൻ ഈസിലി ഗെറ്റ് ഓൺ ടു ദാറ്റ്. നമ്മളിപ്പോൾ ഒരു ഓവറോൾ നമ്മൾ ഡിഫൻസ് മിഡ്ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ട്രൈക്കിംഗ് ആ ഒരു ഏരിയയിലാണ്. അതായത് ഫ്രാങ്ക് ഡിയോങ്ങിന്റെ ആ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡ് ഓപ്പർച്യൂണിറ്റീസ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രൈക്കർ ഇന്ന് ടീമിലില്ല. ദർ ഇസ് എ ഹെവി ഡിപ്പെൻഡൻസി ഓൺ മെംഫിസ് ഡെപ്പെ. പുള്ളിക്കാരൻ എത്രയും ചെയ്യാൻ പറ്റുമെന്ന് വലിയൊരു ഐഡിയ ഇപ്പോൾ ഇല്ല. മേ ബി ടൂർണമെന്റ് തുടങ്ങിക്കഴിഞ്ഞ് ആ ഒരു സിനർജി വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ മേ ബി ദേ വിൽ പിക്ക് ഇറ്റ് അപ്പ് ഫ്രം ദെയർ. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നെതർലൻഡ്സ് ഫുട്ബോൾ ടീം കമ്പയർ ടു പ്രീവിയസ് ടൈംസ് ഇത്തവണ വളരെ ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ വളരെയധികം ടാക്ടിക്കൽ വെർസറ്റാലിറ്റി ഉള്ള ഒരു നല്ല ടീമാണ് നെതർലൻഡ്സ് ഫുട്ബോൾ ടീം ഈ പ്രാവശ്യം. ആൻഡ് ഈ പറയുന്ന ഇഷ്യൂസ്, അതായത് പ്ലേയേഴ്സ് ഇഷ്യൂസ്, അതേപോലെ തന്നെ ഡിസിപ്ലിനറി ഫാക്ടേഴ്സ്, ടെമ്പറമെന്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഇൻ എ മച്ച് ബെറ്റർ പൊസിഷൻ ടു അഡ്വാൻസ് ദ ടൂർണമെന്റ്. ആൻഡ് അതായത് ഒരു ടൈറ്റിൽ കണ്ടൻഡർ ആയിട്ടൊന്നും നമ്മൾ പറയുന്നില്ല, ടൂർണമെന്റ് ജയിക്കുമെന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇവരൊരു ടീമായിട്ട് ക്ലിക്കായി കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഇഫ് ദേ റീച്ച് ക്വാർട്ടർ ഫൈനൽ, അവിടുന്ന് അങ്ങോട്ട് ദർ ഇസ് എ ഹയർ പ്രോബബിലിറ്റി. അതായത് ക്വാർട്ടർ ഫൈനൽ വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു നല്ല ടീമായിട്ട് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവരെ പിന്നീട് തടയുക അത്ര സാധ്യമുള്ള ഒരു കാര്യമല്ല. പിന്നൊന്ന്, ഈ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇവർക്ക് കുറച്ചുകൂടി ഒരു ഫയർ അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു കളികൾ ജയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ടീമാണ്. അത് ഞാൻ കുറേ ഇവരുടെ മാച്ചസ് ഒക്കെ അനലൈസ് ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവർക്ക് ആ ഒരു പ്രീവിയസ് കട്ട്സ്, അതായത് നിരവധി തവണ ഫൈനൽ തോറ്റതിൻ്റെ ഒക്കെ ഒരു എന്താണ് പറയുക, ആ ഒരു കട്ട്സ് മാറ്റണം എന്ന ആഗ്രഹമുള്ള ഒരു ടീമായിട്ടാണ് എനിക്കിതിനെ ഈ ടീമിനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സോ let's see how Netherlands is going to progress in this World Cup, and please keep supporting me and please do watch my channel. Thank you. Take care.